വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു റീഷഫിൾ വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. 2-3 ദിവസമായിട്ട് ഇത് എയറിലുണ്ട്. ഇത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റോ മാതൃഭൂമിയോ മനോരമയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വെച്ച് കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വന്നാൽ വന്നു, ഇവര് പറയുന്നത് എക്സാക്ട്ലി ആയിരിക്കില്ല ഈ സാധനങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നുള്ളൂ. പിന്നെ ഈ വായുവിലൂടെ ഗണിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ വന്നു കഴിഞ്ഞ ശേഷം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അവർ പറയുന്നത്. നേരത്തെ ഇവർക്ക് ഈ ഭരണത്തിന്റെ ഇടനാഴികളിൽ ശക്തമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഭരണത്തിന്റെ ഇടനാഴികൾ പോയിട്ട് അതിന്റെ 7 അയലത്ത് ഇവരെ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോദിയെ പറ്റി തെറി പറഞ്ഞ് താഴെ ഇറക്കാന്ന് വിചാരിച്ചപ്പോൾ തെറി പറയും തോറും നമ്മുടെ ഈ ബാലിയുടെ കേസ് പറഞ്ഞതുപോലെയാണ്. അതായത് പകുതി ശക്തി അങ്ങോട്ടേക്ക് കിട്ടും, കൂടുതലായിട്ട് വളർന്ന് പന്തലിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോ കേന്ദ്രം ഇനി കൊണ്ടുവരാൻ പോകുന്ന ബില്ലുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിൽ ഈ റീഷഫിൾ ഉണ്ടാകുമ്പോൾ നിർമ്മലാ സീതാരാമൻ അവിടെ നിന്ന് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോരാത്തതിന് ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം കൊടുത്ത സ്തുത്യർഹമായിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്ത് അദ്ദേഹത്തോടും കൂടെ ഇറങ്ങി മൂലയ്ക്കിരുന്നു എന്ന് പറയുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതൊരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു വിജയമായിട്ട് അവർ കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു സാഹചര്യം നിലവിലുണ്ടോ? നമ്മുടെ നിർമ്മലാ സീതാരാമൻ പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് പിന്നെ, കാരണം ധനമന്ത്രിയാണ്, അവര് പോയി കഴിഞ്ഞാൽ ആരായിരിക്കും ആ സ്ഥാനത്തേക്ക് വരാൻ? വളരെ യോഗ്യമായിട്ടുള്ള ഒരാൾ വന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അത് പോരാഞ്ഞിട്ട് ഈ റീഷഫിളിന് പുറമെ എന്തൊക്കെയായിരിക്കും കേന്ദ്രം പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ബില്ല്, കോളിളക്കം സൃഷ്ടിക്കുന്ന ബില്ലുകൾ? പിന്നെ ഏറ്റവും ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും കൗതുകകരമായിട്ടുള്ള ചോദ്യം, ജോർജ് കുര്യൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സുഡാപ്പികൾ ഇപ്പോഴും കിടന്ന് കരയുകയാണ്. കാരണം ക്രിസ്ത്യാനിയായ ജോർജ് കുര്യനെ പറഞ്ഞു വിട്ടത് കണ്ടില്ലേ ക്രിസ്ത്യാനികളെ എന്ന് പറഞ്ഞ് കരയുകയാണ്. ആ സ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്ന് ആരെങ്കിലും എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇപ്പൊ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏറ്റവും വലിയ ഒരു ഷഫ്ലിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയിലെ ഒക്കെ. അതായത് 8 മുതൽ, നമ്മുടെ ന്യൂസിന്റെ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തത്, 8 മുതൽ 12 മന്ത്രിമാർ വരെ, അത് ചിലപ്പോൾ 15 മന്ത്രിമാർ വരെ മാറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് എല്ലാ മോദി മന്ത്രിസഭയുടെ ഈ 2014 മുതൽ നമ്മൾ അവരുടെ ഒരു രീതികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. ഒരു 2 വർഷം കഴിയുമ്പോൾ ഈ മോദി പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രോഗ്രസ് റിപ്പോർട്ട് എടുക്കാറുണ്ട്. പുള്ളി തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഞാൻ എല്ലാ ആഴ്ചയിലും പരിശോധിക്കുക, അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങളുള്ളൂ എന്നുള്ളത്. സ്കൂള് പോലെയാണ്. അപ്പം ഈ പ്രോഗ്രസ് കാർഡ് ഉണ്ട്. അപ്പൊ പ്രോഗ്രസ് കാർഡില് സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലേ, പ്രോഗ്രസ് കാർഡ് എടുക്കും പുള്ളി എന്ന് പറയുന്നില്ല. അത് പ്രോഗ്രസ് കാർഡ് എടുത്തിട്ടുണ്ട്, അത് എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ട്, ആ വർക്കിംഗ് ഡേയ്സിൽ ഇവർ എന്തൊക്കെയാണ് ചെയ്തത് എന്ന്. ഇതിനകത്ത് കുറെ രസകരമായ കാര്യമാണ്. ധനുഷ് ചോദിച്ചത് വളരെ കറക്റ്റായി. ഇവിടെ ഈ ഒരു തവണ ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ ഈ ജ്യോതിരാദിത്യ സിന്ധ്യ, നമ്മുടെ വ്യോമമന്ത്രിയുണ്ട്, അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ വിമാനത്താവളങ്ങളൊക്കെ വളരെ വേഗം പണി തീർക്കുന്നുണ്ടല്ലോ, കാരണം 77-ൽ നിന്ന് ഇപ്പൊ വലിയ സംഖ്യയിലേക്ക് വിമാനത്താവളങ്ങൾ, മുക്കിന് വിമാനത്താവളങ്ങളാണ് പടപടാന്ന് പറഞ്ഞ് പണിത് പോവായത്, ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് വെച്ചെന്ന് പറഞ്ഞു. അത് ഞാന് മോദിജിയെ കണ്ടു കഴിയുമ്പോഴത്തേനും ഈ വിമാന ഉദ്ഘാടനത്തിന്, അതായത് ഈ കല്ലിടൽ ചടങ്ങിനും അദ്ദേഹം വരില്ല. നമ്മളൊരു വിമാനത്താവളത്തിന് പ്രൊജക്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ആദ്യം കൊണ്ടുവന്ന് പ്രൊജക്ട് കൊടുക്കും. പ്രൊജക്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ആദ്യം ചോദിക്കുന്ന ചോദ്യം, എന്നാണ് ഇതിന്റെ ഇനാഗുറേഷൻ, ഉദ്ഘാടന തീയതിയാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. സാധാരണ നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആദ്യം അതിന്റെ കല്ലിടുന്ന തീയതിയല്ലേ കൊടുക്കുന്നത്, എന്നിട്ട് നമ്മൾ ഉദ്ഘാടന ഉദ്ഘാടന മാമാങ്കമൊക്കെ നടത്തും. പക്ഷെ ഇത് അങ്ങനെയല്ല. അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് ഇത് എന്ന് പണി തീരും, ആ ഡേറ്റ്, എക്സാക്ട് ഡേറ്റ് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും ഇദ്ദേഹത്തെ വിളിക്കും, ജ്യോതിരാദിത്യ സിന്ധ്യയെ വിളിച്ചിട്ട് ചോദിക്കും, എവിടം വരെയായി ഇതിന്റെ വർക്ക് എന്ന്. അതായത് ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഡേറ്റ് 2 വർഷത്തിന് ശേഷം ഒരു ഡേറ്റ് ആണെങ്കിൽ ആ ഡേറ്റ് വരെയുള്ള എല്ലാ ആഴ്ചയിലും വിളിക്കുകയും ഇതിന്റെ പ്രവർത്തനം അദ്ദേഹം വിലയിരുത്തുകയും പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. അതിനുശേഷം ഉദ്ഘാടനത്തിന്, അതായത് ഇതെല്ലാം പൂർത്തിയായ ശേഷം ഉദ്ഘാടനത്തിന് മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ. അതൊരു പക്ഷേ ഈ ഓൺലൈൻ വഴിയുള്ള ഉദ്ഘാടനമാകാം, അല്ലാത്തതാകാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ബ്യൂറോക്രാറ്റ് ആയിരുന്നു. നമ്മൾ ആലോചിക്കണം, പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം. എന്നിട്ട് പോലും അദ്ദേഹത്തിന് തമാശ രൂപത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് തന്നെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം പറയുന്നത്, പ്രധാനമന്ത്രിയോട് അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നത്, നാളെ എത്ര കോച്ചുകൾ പുതിയതായി ഇറങ്ങുമെന്നുള്ളതാണ്. ഞാൻ പറയും 4 കോച്ചുകൾ ഇറങ്ങും, ഇല്ല 5 കോച്ചുകൾ പുതിയതായി ഇറങ്ങും എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഞാൻ ഇതിനുള്ള പണികളെല്ലാം റെഡിയാക്കി വെച്ച് രാത്രി 12 മണിക്ക് എൻ്റെ വീട്ടിൽ പോയി കിടക്കുമ്പോൾ, ഒന്ന് ഉറങ്ങാനായി കിടക്കുമ്പോൾ ഒരു 1 മണിക്കോ 2 മണിക്കോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി നേരിട്ട് എന്നെ വിളിക്കാറുണ്ട്. രാത്രി ഉറങ്ങാൻ പോകുന്ന നമ്മൾ 2 മണിക്ക് വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, നാളെ എത്ര കോച്ചുകൾ ഇറങ്ങും എന്ന് വീണ്ടും എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും പറയും 4 കോച്ചുകൾ ഇറങ്ങുമെന്ന്.
അപ്പോൾ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ച് പോകും. പക്ഷേ എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഈ 4 കോച്ച് ഇറങ്ങുമോ ഇല്ലയോ എന്നില്ല, എനിക്ക് ടെൻഷനാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ റെയിൽവേയുടെ ഈ പണി നടക്കുന്നിടത്തേക്ക് വിളിക്കും, കോച്ച് ഫാക്ടറിയിലേക്ക്. നാളെ തന്നെ ഇറങ്ങൂടെ ഈ 4 എണ്ണം, എപ്പോഴിറങ്ങൂടെ? ഇത് നേരം വെളുക്കുന്നവരെ ഈ സംസാരം. നേരം വെളുത്തു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ എൻ്റെ ജോലിക്ക് പോകും. ഇതാണ് ഈ കേന്ദ്രമന്ത്രിമാരുടെ ഒരു ശരാശരി. ഇത് ഞാനത് എൻ്റെ വേറൊരു ഉദാഹരണം. അതായത് ഉറക്കമില്ല, ഫുൾ ടൈം വർക്കാണ് ഇവർ. അതുകൊണ്ടാണ് ഈ മുൻകാലങ്ങളിലൊക്കെ കോൺഗ്രസും ഒക്കെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ കേരളത്തിലെ, കോൺഗ്രസ് മാത്രമല്ല നരേന്ദ്രമോദി സർക്കാർ ആദ്യം അധികാരത്തിൽ കയറുമ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഉള്ള നേതാക്കളൊക്കെ ഒരുപാട് എനിക്ക് കേന്ദ്രമന്ത്രിയാണ്, എനിക്ക് കേന്ദ്രമന്ത്രിയാണെന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ ആർക്കും കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട. സുരേഷ് ഗോപിയൊക്കെ ഇട്ടിട്ട് ഓടിയതാണ് ക്യാബിനറ്റ് പദവി വേണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം ഹെവി വർക്കാണ്, പറ്റില്ല. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റാത്തൊരു പണിയാണ്, ഹെവി വർക്കാണ്. ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ സുരേഷ് ഗോപി നടക്കുന്ന കണ്ടിട്ടുണ്ടോ ബിജുട്ടാ? നടുവിന് കൈയും കൊടുത്താണ് നടക്കുന്നത് പുള്ളി. പാവം മനുഷ്യൻ, നടുവിന് കൈയും കൊടുത്താ നടുവയ്യ, നടുവില്ല, പുള്ളിക്ക് വയ്യ, നടുവിന് തന്നെയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്ന സമയത്ത് നമ്മൾ ശ്രീ വി മുരളീധരൻ അന്ന് പാർലമെന്ററി കാര്യമന്ത്രിയും വിദേശകാര്യ സഹമന്ത്രിയും കൂടെയാണ് അദ്ദേഹം. അപ്പോ ഞങ്ങളുടെ നാട്ടിലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചർച്ചയിൽ, ഞങ്ങളുടെ നാട്ടിലെ ഒരു പയ്യൻ, അവൻ ഈ ഉക്രൈന് പഠിക്കുക, CPM ഫാമിലിയാ. CPM ഫാമിലി കൊടുമ്പിരി ഉണ്ട്, ഒരു CPM ഫാമിലി. അവരുടെ അച്ഛനൊക്കെ വലിയ നേതാവും ഒക്കെയാണ്. അപ്പൊ ഇവര് പല വഴിക്ക് ബന്ധപ്പെട്ടിട്ട് ചെറുക്കന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, യുദ്ധം ഭയങ്കരമായിട്ട്. അപ്പൊ ഇന്ത്യ അന്നേരം ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ അവസാനം ആരോ പറഞ്ഞിട്ട് എന്റെ ബ്രദറിന്റെ കയ്യിൽ, അവർ സംഘടനാ വർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് എന്റെ സഹോദരനെ ഒരു രാത്രി വിളിച്ചിട്ട് ഇവർ പറഞ്ഞു, എന്റെ മോന്റെ ഒരു വിവരമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവൻ ഒരു മെയിൽ ചെയ്യുകയാണ് ഇദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് രാത്രി 12:30 മണിക്ക് ശേഷം. 12:30 മണി എങ്ങോട്ടായി. മെയിൽ ചെയ്തിട്ട് ഇവൻ കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മെയിൽ ചെയ്തു. ഇപ്പൊ നമുക്കൊരു മെയിൽ രാത്രി 10 മണിക്ക് ചെയ്താൽ നമ്മൾ രാവിലെ ഒരു 10 മണിക്കോ 12 മണിക്കോ ഒക്കെ ആയിരിക്കും ആ മെയിൽ ശ്രദ്ധിക്കുന്നത് തന്നെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് റിപ്ലൈ വരുന്നു അവിടുന്ന്. ആ റിപ്ലൈ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇവരുടെ നമ്പർ ഇടുന്നു, ഈ കുട്ടിയുടെ അച്ഛന്റെ നമ്പർ ഇടുമെന്ന് പറയുന്നു. അപ്പൊ തന്നെ ഇവൻ ഈ നമ്പരും കൂടെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇവൻ പറയാണ് 1 മണിയായിട്ടുണ്ട്. അന്നേരം ഒരു 1:15 കഴിഞ്ഞപ്പോഴത്തേനും ഈ ചെറുക്കൻ്റെ അച്ഛൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് കരയുകയാണ്, വല്ലാതെ കരഞ്ഞിട്ട് അയാൾ പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ 1:15 മണിക്ക് ശ്രീ വി മുരളീധരൻ ഈ കുട്ടിയുടെ അച്ഛനെ വിളിക്കുകയാണ്, നിങ്ങളുടെ മകൻ സുരക്ഷിതമായിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെങ്കിൽ സംസാരിപ്പിക്കാമെന്ന്. എന്നിട്ട് ഈ അവിടെ മറ്റേ ഫോണുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, സാറ്റലൈറ്റ് ഫോണുകളൊക്കെയാണ്. അപ്പോൾ ഈ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവരെ എവിടെയോ ഇരുത്തിയിരിക്കുകയാണ്, ഏതോ ഒരു ഷെൽട്ടറിൽ ഈ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരിക, നമ്മുടെ വിമാനം വരുന്നതിന് വേണ്ടി. അപ്പൊ അവിടെ നിന്ന് ഈ കുട്ടിയെ നോക്കണം, വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ 10 മിനിറ്റിനുള്ളിൽ നടക്കുന്ന സാധനം. എവിടെ? ഉക്രൈനിലാണ് യുദ്ധം, മുകളിൽ കൂടെ മിസൈൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താ. ചെല്ലുന്നു, ഈ കുട്ടിയെ കണ്ടെത്തിക്കൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് ഈ അച്ഛനെ വിളിപ്പിക്കുന്നു. അപ്പൊ കുട്ടി പറഞ്ഞു, അച്ഛാ ഞാൻ ഓക്കെയാണ്, സുരക്ഷിതമാണ്, ഞങ്ങളിപ്പോ എത്തും, ഫ്ലൈറ്റ് വന്ന ഉടനെ. ഇയൊക്കെ സന്തോഷം സഹിക്കാമായത് ഇവിടെ പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, എന്റെ പാർട്ടിക്കാരെ വിളിച്ചു. അന്ന് ഇത് നമ്മുടെ കാരണഭൂതൻ ഈ നാട് ഭരിക്കുന്ന സമയം പിണറായി വിജയൻ. ഞങ്ങള് എല്ലാവരെയും വിളിച്ച് മുട്ടാവുന്ന വഴിയെല്ലാം മുട്ടി, രക്ഷയില്ല. പലർക്കും ഫോൺ പോലും എടുക്കുന്നത്. പിന്നെ രാത്രിയിലൊക്കെ എങ്ങനെയാണ് നമ്മൾ നേതാക്കന്മാരെ വിളിക്കുന്നത്? ഇവിടെ ഒരു കേന്ദ്രമന്ത്രി, ഒരു സഹമന്ത്രി വി മുരളീധരൻ ഉറക്കവളച്ചിരിക്കുകയാണ്. അദ്ദേഹം വിളിച്ച് കൊച്ചിനുമായിട്ട് സംസാരിപ്പിച്ച് ആ അച്ഛനും അമ്മയും സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുമ്പോഴും ആ മനുഷ്യൻ അവിടെ പണിയെടുത്തോണ്ടിരിക്കും. ഇതാണ് ഈ മോദി മന്ത്രിസഭയിലെ ഒരു സിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് ഈ കേന്ദ്രമന്ത്രി ആകുക എന്നുള്ളത് പണ്ടൊരു ക്രെഡിറ്റ്. ഒരു പണിയും ചെയ്യണ്ടായിരുന്നു, ചുമ്മാ ടൂറിന് പോകാം, കറങ്ങി നടക്കാം, കിട്ടുന്ന പൈസ കൈയിട്ട് വരാം ഒക്കെ ആയിരുന്നു പണ്ട് കാലത്തെങ്കിൽ. ഇപ്പോഴത് നടക്കുന്നില്ല, എല്ലും മുറിയെ പണിയെടുക്കണം. അതുകൊണ്ട് പലർക്കും ഇതിനകത്ത് നിൽക്കാൻ തന്നെ താല്പര്യമില്ല. അതാണ് എല്ലാവരും വലിഞ്ഞു നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ജോർജ് കുര്യന്റെ കേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പരമമായ ഒരു പോസ്റ്റ് തന്നെയാണ് പാർട്ടി അദ്ദേഹത്തിന് എക്കാലവും നൽകിയിട്ടുള്ളത്. ഇപ്പോഴും അദ്ദേഹത്തിന് അത് തന്നെയാണ് നൽകിയത്. കാരണം അദ്ദേഹം ഒരു കറകളഞ്ഞ സ്വയം സേവകനാണ്, അദ്ദേഹം ഒരു കറകളഞ്ഞ BJP-കാരനാണ്. ഈ പാർട്ടി അധികാരത്തിൽ വരുമെന്ന് കരുതാത്തൊരു കാലത്തോളം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വന്നതാണ്. എന്നാലും വലിയ പണിയൊന്നും എടുക്കാതെ അൽഫോൺസ് കണ്ണന്താനം ഈ BJP വന്ന് മന്ത്രിയായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ ജോർജ് കുര്യൻ അർഹിക്കുന്ന പോസ്റ്റ് തന്നെയാണ് അദ്ദേഹം. ഈ പാർട്ടിയിൽ ഒന്നുമല്ലാതിരുന്ന കാലത്ത് ഈ കല്ലേറ് കൊണ്ട് പണിയെടുത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പരമമായതാണ്. പിന്നെ അദ്ദേഹത്തിന് പ്രായാധിക്യമായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യം അദ്ദേഹം നേരത്തെ തന്നെ പാർട്ടി അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. ഞാൻ ഈ പറയുന്നത് തന്നെയാണ്, വലിയ പ്രഷറാണ് ഈ കേന്ദ്രമന്ത്രി പോസ്റ്റിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. റെസ്റ്റ് ഇല്ലാത്തൊരു ഓട്ടമാണ്, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും എപ്പോഴും കേന്ദ്രമന്ത്രിമാരും. അപ്പൊ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പകരം ആരെങ്കിലും കേരളത്തിന് മന്ത്രിയാകുമോ എന്ന് ചോദിച്ചാൽ സാധ്യതകളുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഷഫ്ലിംഗ് നടക്കുമ്പോൾ സാധ്യതകളുണ്ട്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ എന്താ ധനുഷ്യെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 5 സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുക. UP, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്,
തെലുങ്കാന, ഇവിടെ എല്ലാം ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഇലക്ഷൻ നടക്കുന്നുണ്ട്, അവിടെ ഉള്ളവരെ നമ്മൾ പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. ഇനി ധനുഷ് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ നിർമ്മലാ സീതാരാമൻ ശരിയാണ്, ഏറ്റവും മികച്ചൊരു ഫൈനാൻസ് മിനിസ്റ്റർ തന്നെയായിരുന്നു. അപ്പൊ അവര് പോയാൽ എങ്ങനെയാണ്? പക്ഷെ നിർമ്മലാ സീതാരാമനും അത്ര ഒരു നല്ല കണ്ടീഷനിലല്ല ശാരീരികപരമായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിർമ്മലാ സീതാരാമന് പകരം അതിലേക്ക് വരുന്നത് ശക്തികാന്ത് ദാസ് ആണ് വരുന്നത്. ശക്തികാന്ത് ദാസിനെ എല്ലാവർക്കും അറിയാം, മുൻപ് നമ്മുടെ RBIയുടെ ഗവർണർ ആയിരുന്ന ആളാണ്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അത്യാവശ്യം കപ്പാസിറ്റി, ഈ ഫൈനാൻസ് രംഗത്ത് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ശക്തികാന്ത് ദാസ്. അതായത് നല്ല കപ്പാസിറ്റിയാണ്. അതായത് നിർമ്മലാ സീതാരാമൻ ഇത്ര ക്വാളിഫൈഡ് അല്ലായിരുന്നു ഈ പോസ്റ്റ്, എഡ്യൂക്കേഷൻ പരമായിട്ട്, ഈ സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ അല്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹം ഇതിന്റെ ആള് തന്നെയാണ്. RBIയുടെ ഗവർണറായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ തലയൊന്നും പോരല്ലോ. അപ്പൊ അദ്ദേഹം വരുമെന്നാണ് പറയുന്നത്. പിന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെയാണ് അടുത്ത കേസ്. ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രശ്നം നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ചയോ മറ്റോ നമ്മൾ നീറ്റ് പരീക്ഷയുടെ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ധർമ്മേന്ദ്ര പ്രധാനാണ് ഈ മന്ത്രിസഭയിൽ ഏറ്റവും പൊളിഞ്ഞടുങ്ങിയ ഒരു മന്ത്രി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടുന്നില്ല, അദ്ദേഹം കൊണ്ടുവന്ന പല കാര്യങ്ങളും പൊളിഞ്ഞടുങ്ങിപ്പോയി. എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഒരു വെപ്പാളിയായിട്ടൊരു മന്ത്രിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടപ്പാക്കേണ്ട പല കാര്യങ്ങളും പുള്ളി ഒറ്റയടിക്ക് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യും. ഒറ്റയടിക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള കപ്പാസിറ്റി, ഒരു സ്ട്രക്ചറോ നമുക്കില്ല. നമ്മുടെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ റോബോട്ടുകളല്ല, കുട്ടികളാണ്. അപ്പൊ അവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും കൊണ്ട് വരിക, അല്ലെങ്കിൽ പദ്ധതികൾ ഒറ്റയടിക്ക് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. പുള്ളി ഒരു ഹീറോ ആകാൻ വേണ്ടിയിട്ടാകാം ഒരുപക്ഷെ കാര്യങ്ങൾ പെട്ടെന്ന്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ FCRA ബില്ല് എത്ര ഭംഗിയായിട്ടാണ് കേന്ദ്രം ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അവരിടയ്ക്കിടയ്ക്കൊക്കെ ഓരോ നിയമങ്ങൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി, അവിടെ മുറുക്കി ഇവിടെ മുറുക്കി. ഇനിയിപ്പോ എന്തോ മുറുക്കാനുള്ളത്? ഒന്നുമില്ല. ഇനി ആ നിയമം അങ്ങ് ജസ്റ്റ് പാസ്സാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം NCR എങ്ങനെയാണ് അവർ നടപ്പാക്കുന്നത്? ഓരോ സ്റ്റേറ്റിലും നടപ്പാക്കുന്നത്. ഏക സിവിൽ കോഡ് അങ്ങനെയാണ് ഓരോ സ്റ്റേറ്റിലും നടപ്പാക്കുന്നത്. ഇത് കണക്ക് പയ്യെ തിന്ന പനയും തിന്നാന്നുള്ള രീതി. പക്ഷെ ധർമ്മേന്ദ്ര പ്രസാദിന്റെ പല പോളിസികളും നല്ലതാണെങ്കിൽ പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന വലിയ തിരക്കും ധൃതിയും ഒക്കെയാണ് അത് പൊളിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴെന്തു പറ്റി? നരേന്ദ്രമോദിക്ക് തന്നെ നേരിട്ട് ഏറ്റെടുക്കേണ്ടി വന്നു നീറ്റ് പരീക്ഷ. ഇപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണ നടന്നത്. അത് തന്നെ തെളിയിക്കുന്ന എന്താണ്? ആ ഒരു ധർമ്മേന്ദ്ര പ്രധാൻ അതിന് ആ റോളിൽ ശോഭിച്ചില്ല എന്നാണ്. പക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത്യാവശ്യം അതിനകത്തൊരു ബുദ്ധിജീവിയാണ് ഇദ്ദേഹം. ഇതിനെക്കുറിച്ച് നല്ല അറിവും കാര്യങ്ങളും ഉള്ളതാണ്. പക്ഷെ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അറിവില്ലായ്മ. പിന്നീട് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള അനുരാഗ് ഠാക്കൂർ മന്ത്രിയാകും എന്ന് പറയുന്നത്. കാരണം ഹിമാചൽ പ്രദേശ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന് പോവുകയാണ്. സ്വാഭാവികമായി അനുരാഗ് താക്കൂറിനെ മന്ത്രി ആക്കിയില്ലെങ്കിൽ കുഴപ്പം കൂടെ ഉണ്ട്. കാരണം അനുരാഗ് താക്കൂറിന്റെ എക്കാലത്തെയും വലിയ സ്വപ്നം ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ആകുക എന്നുള്ളതാണ്. കാരണം അവരുടെ അച്ഛനായതല്ലോ ആദ്യത്തെ മുഖ്യമന്ത്രി. അപ്പൊ അദ്ദേഹം ആകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെത്. ചിലപ്പോൾ അതിനു വേണ്ടിയിട്ടാണോ ഇനി അദ്ദേഹത്തെ ആക്കുന്നതെന്ന് അറിയത്തില്ല, നമുക്ക് അറിയില്ല ഇതൊന്നും. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഷഫ്ലിംഗ് നടക്കുന്നതാണ്. അത് കൂടുതലും പിന്നെ ഈ രാഘവ് ചദ്ദയും ഈ ആം ആദ്മി എന്ന് വന്ന വേറൊരു പാർട്ടിയും കൂടെ മന്ത്രിയാകാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ ഈ ഉദ്ധവ് പക്ഷത്തു നിന്ന് ഷിൻഡേയിലേക്ക് വന്നിട്ടുള്ള MP മാരുണ്ട്, 6 MP. അപ്പൊ ഇവരെ കൊണ്ടുവന്ന ഒരു കക്ഷിയുണ്ട്, ശ്രീകാന്ത് ഷിൻഡെ എന്ന് പറഞ്ഞിട്ട്. ഈ എന്താ പറയുന്നത്, ഇവരെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു കക്ഷിയുണ്ട്, ഉദ്ധവിനെ പൊളിക്കാനും ഷിൻഡയുടെ കൂടെ അപ്പൊ ആ ശ്രീകാന്ത് ഷിൻഡേക്ക്, അതായത് ശിവസേനയ്ക്ക് ഒരു മന്ത്രിയെ കൂടെ അഡീഷണൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ മെമ്പർമാർ കൂടിയല്ലോ. ഇപ്പം ഉദ്ധവിന്റെ 6 പേരോട് വരുമ്പോഴത്തേനും ഷിൻഡെ പക്ഷത്തിന്റെ MP കൂടി, അത് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി പിന്നെ തൃണമൂലിന്റെ ഒരു 20 പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവരെയും കൂടെ എവിടെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കൂടെ പോകും. ഇതെല്ലാം സഹമന്ത്രിമാരായിട്ടാണ് പോകുന്നത്, ക്യാബിനറ്റിലേക്ക് വരത്തില്ല. ക്യാബിനറ്റിൽ ഒരു റീഷഫ്ലിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. അതായത് പഴയ ആൾക്കാരൊക്കെ അവിടെ തന്നെ കാണും, ഗഡ്കരി, പിന്നെ രാജ്നാഥ് സിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട്. ഇനി അടുത്ത ബില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊണ്ടുവരാൻ പോകുന്ന ബില്ല് ഈ സ്ത്രീ സംവരണം, അത് ആ ബില്ലുണ്ടാകും. അതുപോലെ തന്നെ മണ്ഡല പുനർക്രമീകരണ ബില്ല്, അതായത് ഡീലിമിറ്റേഷൻ ഉണ്ടാകും. ഒപ്പം തന്നെ ഈ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുന്ന ബില്ല് അത് ഉറപ്പായിട്ടുണ്ടാകും. അത് കൂടാതെ FCRA ബില്ല് ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ അതും കൊണ്ടുവരും. ഇനി മറ്റൊരു ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ബില്ല് എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ സമയം കിട്ടിയാൽ ഏക സിവിൽ കോഡ് അവർ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം 2027 UP തെരഞ്ഞെടുപ്പ്, നമ്മുടെ പണ്ട് ഇവിടെ ചർച്ചയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഏക സിവിൽ കോഡ് ഇപ്പൊ കൊണ്ടുവരത്തില്ല, UP തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ ഏക സിവിൽ കോഡ് ഇന്ത്യ വരും എന്നുള്ളത്. ഏക സിവിൽ കോഡ് ബില്ല് അവർ കൊണ്ടുവരാൻ സാധ്യത, കാരണം ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ളതാണ് രാജ്യസഭയിൽ. പിന്നെ അത് ലോക്സഭയിലേക്ക് കൊണ്ടുവന്ന് ഒരു ചർച്ചയാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു വർഷകാല സമ്മേളനം ഒരുപക്ഷെ പിരിയുന്നത് ഏക സിവിൽ കോഡിനോടുള്ള ചർച്ചയുടെ ഭാഗത്തായിരിക്കും വർഷകാല സമ്മേളനം പിരിയുന്നത്. കാരണം ഇനിയും ഉണ്ടല്ലോ സമ്മേളനം, ഇനിയും ഒരു 3 മാസം കൂടെ കഴിഞ്ഞ പിന്നെയും ഉണ്ട്. അപ്പം ഇതിനകത്ത് ഏക സിവിൽ കോഡ് ചർച്ചയാക്കിക്കൊണ്ടിരും. ഇതാണ് ഇപ്പോഴത്തെ നടക്കുന്ന ഇത്. ഇതിനകത്ത് കേരളത്തിൽ അലവിലി നടക്കാൻ ക്രിസ്ത്യാനികൾക്ക് കരയാനുള്ള ഒന്നാണ്. ക്രിസ്ത്യാനികൾക്കെന്ന് ഞാൻ പറയുന്നില്ല, ഈ കുറെ അച്ഛന്മാർക്ക് കരയാനുള്ള ഒന്ന് FCRA. ഇനി മറ്റ് സുഡാപ്പികൾക്ക് കരയാനായിട്ട് ഏക സിവിൽ കോഡും ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒക്കെ കരയാൻ വേണ്ടിയിട്ട് മണ്ഡല പുനർക്രമീകരണം,
പിന്നെ ഈ സ്ത്രീകളുടെ ഈ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.